ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യത്തിൽ സിയോനിലേക്കും അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുന്ന യാക്കോബിന്റെ ജനങ്ങളിലേക്കും വീണ്ടെടുപ്പുകാരന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്യം മശിഹായുടെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായി മാത്രമല്ല, മാനസാന്തരത്തിനും വീണ്ടെടുപ്പിനുമുള്ള ആഹ്വാനമായും നിലനിൽക്കുന്നു. വീണ്ടെടുപ്പിന്റെ പ്രമേയം ഈ വാക്യത്തിന്റെ കേന്ദ്രമാണ്. വീണ്ടെടുപ്പുകാരൻ എന്ന പദം പാപത്തിൽ നിന്നും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുകയോ വിടുവിക്കുകയോ ചെയ്യുന്ന ഒരാളെ സൂചിപ്പിക്കുന്നു. വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഈ ആശയം ബൈബിളിലുടനീളം പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വയം ബലിയർപ്പിച്ച ആത്യന്തിക വീണ്ടെടുപ്പുകാരനായി യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഈ വാക്യം സിയോനിലെയും യാക്കോബിലെയും ജനങ്ങൾക്ക് രക്ഷ നൽകുന്ന വീണ്ടെടുപ്പുകാരനായി യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയാണ്. സിയോൻ എന്ന പദത്തിന്റെ തിരഞ്ഞെടുപ്പ് ഈ വാക്യത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മീയവും സ്വർഗീയവുമായ രാജ്യത്തെ പ്രതീകപ്പെടുത്താൻ ബൈബിൾ സിയോൻ പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇത് ദൈവിക സാന്നിധ്യത്തിന്റെയും നിത്യരക്ഷയുടെയും സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിനാൽ സിയോനിലേക്കുള്ള വീണ്ടെടുപ്പുകാരന്റെ വരവ് ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെയും അവന്റെ ജനത്തിനായുള്ള അവന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ പൂർത്തീകരണത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ യാക്കോബിൽ ലംഘനത്തിൽ നിന്ന് തിരിയുന്നവർ എന്ന പരാമർശം വീണ്ടെടുപ്പുകാരൻ കൊണ്ടുവന്ന വീണ്ടെടുപ്പ് മാനസാന്തരത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു. വാഗ്ദത്തമായ വീണ്ടെടുപ്പ് ലഭിക്കുന്നതിന് ആളുകൾ തങ്ങളുടെ പാപവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൽ നിന്ന് പാപമോചനം തേടേണ്ടതിന്റെ ആവശ്യകതയെ ഈ വാക്യം ഊന്നി പറയുന്നു. പശ്ചാത്താപത്തിന്റെയും ക്ഷമയുടെയും ഈ വിഷയം ബൈബിളിൽ ആവർത്തിച്ചുള്ള ഒരു പ്രമേയമാണ്. അത് വിശ്വാസത്തിന്റെ പരിവർത്തന ശക്തിയെയും ദൈവത്തിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധയെയും അടിവരയിടുന്നു. ഈ വാക്യം യെശയ്യാവിന്റെ കാലത്തെ ഇസ്രായേലരുടെ പശ്ചാത്തലത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അനുസരണക്കേടിലും വിഗ്രഹാരാധനയിലും മുഴുകിയിരുന്ന ഒരു ജനതയ്ക്കാണ് യെശയ്യാ പ്രവാചകൻ ഈ സന്ദേശം നൽകിയത്. ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്നും അവന്റെ കൽപ്പനകളിൽ നിന്നും അകന്നിരുന്നു. അവരുടെ അതിക്രമങ്ങൾ അവരെ ആത്മീയ അന്ധകാരത്തിലേക്കും ധാർമ്മിക അപചയത്തിലേക്കും നയിച്ചു. ഈ സന്ദർഭത്തിൽ വീണ്ടെടുപ്പുകാരന്റെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം ഇസ്രായേൽ ജനതയുടെ പ്രത്യാശയുടെ പുനഃസ്ഥാപനത്തിന്റെയും സന്ദേശമാകുമായിരുന്നു. അവരുടെ പാപപൂർണമായ വഴികളിൽ നിന്നുള്ള വിടുതലും ദൈവവുമായുള്ള അനുരഞ്ജനത്തിനുള്ള അവസരവും അത് അവർക്ക് നൽകുമായിരുന്നു. കൂടാതെ ഈ വാക്യത്തിലെ സിയോന്റെയും യാക്കോബിന്റെയും പ്രതീകാത്മകത ഇസ്രായേലിന്റെ പ്രത്യേക ചരിത്ര സന്ദർഭത്തിനപ്പുറം വിശാലമായ ഒരു സന്ദേശം വഹിക്കുന്നുണ്ട്. അത് വീണ്ടെടുപ്പിന്റെ സാർവത്രിക ആവശ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഉൾക്കൊള്ളുന്ന സ്വഭാവത്തെക്കുറിച്ചും സംസാരിക്കുന്നു. സിയോന്റെയും യാക്കോബിന്റെയും പരാമർശം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിലും മാനസാന്തരത്തിലും ദൈവത്തിലേക്ക് തിരിയുന്ന എല്ലാവരിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. വീണ്ടെടുപ്പിന്റെ വാഗ്ദത്തം ഒരു പ്രത്യേക വിഭാഗത്തിനോ രാഷ്ട്രത്തിനോ മാത്രമായി പരിമിതപ്പെടുത്തുന്നതല്ല, മറിച്ച് ദൈവവുമായി അനുരഞ്ജനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതാണെന്ന ആശയം ഈ വാക്യം നമുക്ക് നൽകുന്നു. യെശയ്യാവ് 59:20 വീണ്ടെടുപ്പിന്റെയും മാനസാന്തരത്തിന്റെയും ദൈവിക ഇടപെടലിന്റെയും ശക്തമായ സന്ദേശം അവതരിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ലംഘനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് രക്ഷ നൽകുന്ന ആത്യന്തിക വീണ്ടെടുപ്പുകാരന്റെ വരവ് ഇത് മുൻകൂട്ടി കാണുന്നു. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രാധാന്യം, രക്ഷയുടെ സാർവത്രിക വാഗ്ദാനങ്ങൾ എന്നിവയുൾപ്പെടെ ബൈബിളിന്റെ കേന്ദ്ര വിഷയങ്ങൾ ഈ വാക്യം ഉൾക്കൊള്ളുന്നു. അതുപോലെ വാഗ്ദത്ത വീണ്ടെടുപ്പുകാരനിലൂടെയുള്ള പ്രത്യാശയുടെയും വിടുതലിന്റെയും കാലാതീതമായ പ്രഖ്യാപനമായി അത് വിശ്വാസികളോട് പ്രതിധ്വനിക്കുന്നത് ഇന്നും തുടരുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.